2025 സീസൺ IPLിലെ ആദ്യ ജയമാണ് ഇന്നലെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത്. ഹോം ഗ്രൗണ്ടായ മുംബൈയിലെ വാങ്ഡയിൽ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയാണ് മുംബൈ വീഴ്ത്തിയത്. 8 വിക്കറ്റിനായിരുന്നു അവരുടെ ജയം. ഈ വിജയം IPLിലെ ഒരു വമ്പൻ റെക്കോർഡും മുംബൈ ഇന്ത്യൻസിന് നേടിക്കൊടുത്തു. ഹോം ഗ്രൗണ്ടായ വാങ്ഡയിൽ മുംബൈ ഇന്ത്യൻസ് നേടുന്ന 53ാമത് ജയമായിരുന്നു ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായത്. ഇതോടെ ഒരു വേദിയിൽ ഏറ്റവും കൂടുതൽ IPL മത്സരങ്ങൾ ജയിക്കുന്ന ടീം എന്ന നേട്ടം മുംബൈ ഇന്ത്യൻസിന് സ്വന്തമായിരിക്കുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയാണ് ഇക്കാര്യത്തിൽ മുംബൈ മറികടന്നത്. ഹോം ഗ്രൗണ്ടായ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ 52 മത്സരങ്ങൾ ജയിച്ചാണ് KKR ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് നിന്നിരുന്നത്. ഇരു ടീമുകൾക്കും ഈ സീസണിൽ ഇനി 6 ഹോം മത്സരങ്ങൾ കൂടി ബാക്കിയുള്ളതിനാൽ ഈ റെക്കോർഡിൽ ഇനിയും മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇന്നലത്തെ മുംബൈ ഇന്ത്യൻസിന്റെ വിജയം വാങ്ഡയിൽ KKRനെതിരെ അവർ നേടുന്ന 10ാമത് ജയമായിരുന്നു. ഇതോടെ ഒരു വേദിയിൽ ഒരേ ടീമിനെതിരെ 10 മത്സരങ്ങൾ ജയിക്കുന്ന ആദ്യ ഫ്രാഞ്ചൈസിയായി മുംബൈ ഇന്ത്യൻസ് മാറി. ഈഡൻ ഗാർഡൻസിൽ 9 തവണ പഞ്ചാബ് കിങ്സിനെ വീഴ്ത്തിയ KKRന്റെ റെക്കോർഡാണ് ഇവിടെ തകർത്തത്. അതേസമയം ആധികാരിക ജയമായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് എതിരെ മുംബൈ ഇന്ത്യൻസ് നേടിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത KKR 116 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ മുംബൈ ഇന്ത്യൻസ് 12.5 ഓവറുകളിൽ വിജയത്തിലെത്തി. 4 വിക്കറ്റുകൾ വീഴ്ത്തിയ അശ്വിനി കുമാറും 2 വിക്കറ്റുകൾ നേടിയ ദീപക് ചഹറുമാണ് മുംബൈ ബൗളിംഗിൽ തിളങ്ങിയത്. 62 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന റിയാൻ റിക്കിൾട്ടൺ അവർക്കായി ബാറ്റിംഗിൽ മിന്നി. ഇന്നലത്തെ ജയത്തോടെ 2 പോയിന്റുമായി മുംബൈ ഇന്ത്യൻസ് ലീഗ് ടേബിളിൽ 6ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ്. അതേസമയം മുംബൈ ഇന്ത്യൻസിനെതിരായ തോൽവിയിൽ പ്രതികരിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകൻ അജിങ്ക്യ രഹാനെയും രംഗത്തെത്തിയിരുന്നു. കൊൽക്കത്ത ബാറ്റിംഗ് നിര സമ്പൂർണ്ണമായി പരാജയപ്പെട്ടെന്നാണ് രഹാനെ പറയുന്നത്. ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ പിച്ച് ബാറ്റിങ്ങിന് അനുകൂലമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചിലപ്പോഴൊക്കെ പേസും ബൗൺസും ഉണ്ടെങ്കിലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിയും. ഇനി ഇതുപോലൊരു ബാറ്റിംഗ് പ്രകടനം നടത്താൻ പാടില്ല. കൊൽക്കത്ത ബാറ്റർമാർ വളരെ വേഗത്തിൽ തന്നെ ഈ മത്സരത്തിലെ പിഴവുകളെക്കുറിച്ച് പഠിക്കാനുണ്ട് എന്നും അജിങ്ക്യ രഹാനെ മത്സരശേഷം പ്രതികരിച്ചു. പന്ത് കൊണ്ടും കൊൽക്കത്ത മോശം പ്രകടനമാണ് നടത്തിയത്. എങ്കിലും ബൗളർമാർ നന്നായി പരിശ്രമിച്ചു. എന്നാൽ ബൗളർമാർക്ക് മത്സരം പിടിക്കാനുള്ള റൺസ് ബാറ്റർമാരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ബാറ്റർമാർ വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടപ്പെടുത്തി. പവർ പ്ലേയിൽ 4 വിക്കറ്റുകളാണ് നഷ്ടമായത്. അതിനുശേഷം മികച്ച സ്കോറിലെത്താൻ ഏറെ ബുദ്ധിമുട്ടായിരുന്നു. അതിന് വലിയൊരു പാർട്ണർഷിപ്പ് വേണമായിരുന്നു. ഒരു ബാറ്റർ അവസാനം വരെ ക്രീസിൽ നിൽക്കണമായിരുന്നുവെന്നും രഹാനെ വ്യക്തമാക്കി.